നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മളെ ഇതിൻ്റെ ക്യാപ്ഷൻ തമ്പനയിൽ കൊടുത്തുള്ളത് ഒക്ടോബർ മാസത്തെ വളപ്രയോഗം അടീനിയത്തിന് എന്നാണ്. അപ്പോൾ നമ്മൾ ഓരോ മാസത്തെ വളപ്രയോഗം എന്നൊന്നും അടീനിയത്തിന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ കാലാവസ്ഥ എന്താണോ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വളം കൊടുക്കണം. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ മഴ പെയ്തു, ഇന്നും മഴക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെയിലായി എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് മഴ വന്നാൽ ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ കാലാവസ്ഥ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഓരോ സമയത്തും. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടില്ല, ഞാൻ ഇപ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൂൺ ചെയ്തിട്ടില്ല. കാരണം നല്ല ശക്തമായ മഴക്കാലം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം 15 ദിവസത്തിൻ്റെ അടുത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ആ വെയിലുള്ള സമയത്ത് നമ്മളൊരു നല്ല നടപ്പ് കൊടുത്തിട്ട് പിന്നെ വളപ്രയോഗം കൊണ്ട് കൊടുത്തോടുകൂടി എല്ലാറ്റിലും മൊട്ട് വരാൻ തുടങ്ങി. അത് ആദ്യം സംഭരിച്ച് വെച്ച് ഊർജ്ജമാണ് ഈ മൊട്ടായി വന്ന്. അപ്പോൾ എനിക്ക് പ്രൂൺ ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ എല്ലാ ചെടികളും ഇങ്ങനെ മൊട്ട് വന്ന് തുടങ്ങി നിൽക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആഴ്ചയിൽ ഒരു തവണ എന്ന തോതിൽ 13, 27, 27, അതായത് പൊട്ടാസ്യം കൂടിയ വളം അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് ആഴ്ചയിൽ ഒരു തവണ അടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കടക്കിൽ ഇട്ട് കൊടുത്ത വളങ്ങൾ വേപ്പും മണ്ണാക്കും വളരെ കുറഞ്ഞ തോതിൽ എല്ലുപൊടിയും പിന്നെ മണ്ണിര കമ്പോസ്റ്റും ഇതെല്ലാ സാധനങ്ങളും അതിൻ്റെ പൊടി ഇതിൻ്റെ അടിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തവണ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്ത് പിന്നെ ഇടവിട്ട് ഇത് കൊടുക്കുകയാണ്. അപ്പോൾ പൊട്ടാസ്യം കൂടിയ വളം. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ ആദ്യം നൈട്രജൻ വളങ്ങളല്ലേ കൊടുക്കേണ്ടത്? എൻ്റെ പല വീഡിയോയിലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചെടി നല്ലോണം വളം ഉള്ളത് കൊണ്ട്, മണ്ണിൽ വളമുണ്ട്, പിന്നെ നമ്മൾ കൊടുത്തതും നല്ലോണം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ സംഭരിച്ചു വെച്ചുള്ള ഊർജ്ജം ഫ്ലവറായിട്ട് വരിക. കാരണം എല്ലാ ചെടിയും മൊട്ട് വന്ന് തുടങ്ങി. ചില ചെടിയിൽ ഇങ്ങനെ ഇപ്പോൾ ഫ്ലവർ വിരിഞ്ഞു, ചിലതിൽ മൊട്ട് ഇങ്ങനെ ആയി വരുന്നു. പക്ഷെ ഇപ്പോൾ ഇടയിൽ മഴ കൊള്ളുന്നത് കൊണ്ട് 2 ദിവസമായിട്ട് മഴ വന്നത് കൊണ്ട് ചിലപ്പോൾ മൊട്ടിനി കൊഴിയും. എന്തായാലും മൊട്ടിടാനുള്ളൊരു ടെൻഡൻസിയിൽ നിൽക്കുന്ന ചെടിയാണ്. ഈ സമയത്ത് എനിക്ക് പ്രൂൺ ചെയ്യാൻ പറ്റില്ല. പ്രൂൺ ചെയ്താലും മുകുളങ്ങൾ ശരിയായ രീതിയിൽ വളരില്ല. കാരണം മാക്സിമം പൊട്ടാസ്യം വലിച്ചെടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും ചെടികൾക്ക്. അപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ 13, 27, 27 പൊട്ടാസ്യം അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റും ഇടവിട്ട് കൊടുത്തു. ഇനി ഇതൊക്കെ ഇങ്ങനെ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ കടക്കിലിട്ട് കൊടുക്കുകയാണെങ്കിൽ 19 സ്പ്രേ ചെയ്താലോ കടക്കിൽ തെളിച്ചു കൊടുത്താലോ 18 കൊടുത്താലോ ഒക്കെ മതി. നമ്മളെപ്പോഴും മൈക്രോന്യൂട്രിയൻറ്റിനെ പറ്റി പറയുന്നത് പെറ്റൽസിൻ്റെ വലിപ്പം കൂടാനും ഷേപ്പ് നല്ല രീതിയിലാവാനും നല്ല കളറ് വെക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാ ന്യൂട്രിയൻറ്റും വേണം. അതുകൊണ്ടാണ് അങ്ങനത്തെ കൊടുക്കുന്നത്. ഇനി ഇപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ ഇപ്പോൾ പ്രൂൺ ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുന്ന വളങ്ങളിൽ ഇപ്പോൾ പൂവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റും അല്ലെങ്കിൽ 13, 27, 27 മാറ്റി കൊടുക്കുക. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ പൂവ് കാര്യമായി വേണ്ട എങ്കിൽ നിങ്ങൾ നൈട്രജൻ കൂടിയ 30, 10, 10 DAP പോലത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ യഥാർത്ഥ ഒരു പ്രൂണിങ്ങിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു ഈ തുലാം മഴ കഴിഞ്ഞതിന് ശേഷം. തുലാം മഴ വരെ നിങ്ങൾ സാധാരണ രീതിയിലുള്ള വളപ്രയോഗം കൊടുക്കുക. മാക്സിമം കിട്ടാവുന്ന പൂ ഇടിപ്പിക്കുക. പക്ഷെ അതിലൊരു പ്രശ്നം വരില്ല, എന്തറിയോ? പിന്നെ പ്രൂൺ ചെയ്യാൻ പല ആളുകൾക്കൊരു മടി വരും. ഇതിൽ ചിലപ്പോൾ ഇനി വിത്ത് വരും. വിത്ത് സീഡ് പോഡ് തുടങ്ങി അയ്യോ അത് എടുക്കാം എന്നുള്ള രീതിയിൽ പ്രൂൺ ചെയ്യാൻ വൈകും. അപ്പോൾ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പൂവ് കുറയും. അപ്പം ഞാനിപ്പോൾ നവംബർ ആവുന്നതോടുകൂടി ഒക്ടോബർ മഴ കഴിയുന്നതോടുകൂടി നമ്മളിത് പ്രൂൺ ചെയ്യും. അത് പൂവുണ്ടെങ്കിലും പൂവില്ലെങ്കിലും ഞാൻ പ്രൂൺ ചെയ്യും, മൊത്തം പ്രൂൺ ചെയ്യും. കാരണം ഈ പൂവ് എപ്പോഴാണോ പൂവിൻ്റെ മാക്സിമം അവസ്ഥയിൽ നിൽക്കുന്നത്, മഴ കഴിഞ്ഞ് ഉടനെ കട്ട് ചെയ്യില്ല, പൂവിൻ്റെ മാക്സിമം അവസ്ഥയിൽ നിൽക്കുന്നത് 1, 2 മുട്ട ബാലൻസ് ഉള്ള വെച്ചാൽ പിന്നെ കട്ട് ചെയ്യും. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പൊടിപ്പൂ വന്നിട്ട് നിറയെ പൂ വരും. പിന്നെ നമ്മൾ കൃത്യമായ വളം കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോർമൽ രീതിയിലുള്ള വളം കൊടുത്തോളൂ. പിന്നെ പല വീഡിയോയിലും നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം, ചാണകപ്പൊടി ഇതിൽ കാര്യമായി ഇടരുത് എന്ന് പറയുന്നുണ്ട്. ചാണകപ്പൊടിയോടുള്ള വിരോധം കൊണ്ടല്ല കേട്ടോ. ചാണകപ്പൊടി പൊടിയായിട്ടാണെങ്കിൽ, മെഷീനിൽ പൊടിച്ച പൊടിയായിട്ടാണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ, കുഴപ്പമില്ല. കട്ടയായിട്ടുള്ള നമ്മൾ കുഴികളിൽ നിന്ന് എടുത്ത് കട്ടയായിട്ടുള്ള ചാണകപ്പൊടിയാണ് നിങ്ങൾ വാങ്ങിയത് വെച്ചാൽ അതിൽ ഈ ബഗ്ഗുകളുടെ ഈ തണ്ടുതുരപ്പം പുഴു പോലത്തെ അല്ലെങ്കിൽ നമ്മൾ ഈ പിന്നെ എന്താ പറയുക കോഡക്സ് തിന്നു തീർക്കുന്ന തരം പുഴുക്കളുടെ മുട്ട ലാർവകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും. അത് നനവ് കിട്ടുന്നതോടുകൂടി അത് ഡെവലപ്പായിട്ട് വലുതായിട്ട് ഇതിൻ്റെ കോഡക്സ് മുഴുവൻ നശിപ്പിക്കും. അതുകൊണ്ടാണ് ചാണകപ്പൊടി ഉപയോഗിക്കാതെ പ്രോസസ്സ് ചെയ്തെടുത്ത അല്ലെങ്കിൽ നല്ല പൗഡറാക്കിയ മണ്ണിര കമ്പോസ്റ്റ് എടുക്കാൻ പറയണം. അതിൽ പിന്നെ ഇങ്ങനത്തെ മുട്ടയൊന്നും വരാൻ സാധ്യത കുറവാണ്. പിന്നെ ട്രൈക്കോഡർമീൻ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ വളർത്തിയാൽ നല്ലോണം പൂവുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന വളം, ഇപ്പോൾ കൊടുക്കുന്ന വളം, ഇന്ന് ഇട്ട് കൊടുക്കുന്ന വളം നാളേക്കല്ല അത് ഉപയോഗപ്പെടുത്തുക. ഒരു ലോങ് ടൈം കഴിഞ്ഞിട്ട് 10, 20 ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇന്ന് പൂവുണ്ടാവാൻ നിന്നിട്ട് കഴിഞ്ഞാൽ നാളേക്ക് പൂവുണ്ടാവില്ല.
അപ്പോൾ നമ്മൾ മുന്നേ കൊടുക്കണം. ഇപ്പോൾ ഏത് സമയത്ത് വളം കൊടുത്താൽ എപ്പോൾ പൂ ഉണ്ടാവും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പോൾ ഒരു മാസം മുന്നെയെങ്കിലും, ഇപ്പോൾ മഴക്കാലമാണ്, അടുത്തൊരു വേനൽ സീസൺ വരികയാണ്, വേനൽ സീസണിൻ്റെ തുടക്കത്തിൽ പൂവ് കിട്ടണമെങ്കിൽ ആ മഴക്കാല സമയത്ത് തന്നെ മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ പോയിട്ട് കൃത്യമായിട്ട് ഫോളിയർ സ്പ്രേ ഇല വഴിയെങ്കിലും കൊടുക്കുക, കടക്കിലും കുറച്ചിട്ട് കൊടുക്കുക. അല്ലാതെ ഇനി മഴ കഴിഞ്ഞിട്ടിട്ട് കൊടുക്കുകയല്ല, മഴ ഉള്ള ദിവസമല്ല പറഞ്ഞാൽ മഴ ഇല്ലാത്ത സമയത്ത്. ഇങ്ങനെ നമ്മൾ മുൻകൂട്ടി കാണണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു പല സ്ഥലത്തും നമ്മൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഒരു ഡേറ്റ് ഉണ്ടാവും. ഇപ്പോൾ ജനുവരി 1-ാം തീയതി എക്സിബിഷൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കുറേ മുന്നേ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. അതിൽ പെട്ടെന്ന് പോയിട്ട് അന്ന് വളമിട്ട് കൊടുത്താൽ പിറ്റേ ദിവസത്തേക്ക് പൂ ഉണ്ടാവില്ല. പലപ്പോഴും ആളുകൾ ചെണ്ടുമല്ലിയുടെ കേസിലും അടീനിയത്തിൻ്റെ ചോദിക്കലും പെട്ടെന്ന് ഇനി പൂ വരാൻ എന്താ ചെയ്യാന്ന്. പെട്ടെന്ന് വരില്ല. വളം ഇട്ട് കൊടുത്ത് വളം വലിച്ചെടുത്ത് ചെടി അത് ഉപയോഗപ്പെടുത്തി മുകുളങ്ങളായി മുട്ടുകളായി വന്നിട്ട് വേണ്ടേ പൂവാൻ. ആ സമയം എടുക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള വളപ്രയോഗം നടത്തുക കേട്ടോ. അപ്പോൾ അടീനിയം സ്നേഹികളുടെ അടുത്ത് മിസ്റ്റേക്കുകൾ വരാതിരിക്കാൻ ഉള്ളൊരു ശ്രമം നടത്തുക, കൃത്യമായ സമയം. പിന്നെ എല്ലാം ഇപ്പോൾ ഞാൻ പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റു വീഡിയോ പറയുന്ന രീതിയിലോ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ഇപ്പോൾ നന്നായി ചാണകത്തിൻ്റെ കട്ട ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുത്ത് വളർത്തുന്ന ആൾക്കാർക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. കാരണം അവിടെ ബഗ്സിൻ്റെ മുട്ടയൊന്നും അതിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആളുകൾക്ക് അത് ചെയ്യും. പക്ഷേ അതിൽ വരാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ പറഞ്ഞു തരും. മിസ്റ്റേക്കുകൾക്കുള്ള സാധ്യതകൾ പറഞ്ഞു തരികയാണ്. അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇത്തരം വീഡിയോകൾ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അത് ഫോർവേഡ് ചെയ്യുക. എന്നിട്ട് അവരോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. പിന്നെ ധാരാളം മത്സരങ്ങളൊക്കെ വരുന്നുണ്ട്, അതിൽ പങ്കെടുക്കുക. താങ്ക്